ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇനി മോതിരം കൈമാറാം. ദുർഗേ, എന്താ അപ്പച്ചി? അഷിതയുടെ ചെറുക്കന്റെ വീട്ടുകാരെ നിന്നെ തിരക്കി വരും. അവര് ചിലപ്പോ നിന്നോട് അങ്ങോട്ട് വരാനും എന്തെങ്കിലും ചടങ്ങുകൾ ചെയ്യാനും പറഞ്ഞാ നീ എന്തു ചെയ്യും? താളം ചവിട്ടല് നടത്തി നിനക്ക് ആവശ്യമുള്ളത് നേടിയെടുക്കരുത്. അങ്ങനെ എന്തെങ്കിലും ചെയ്താ ആ ചടങ്ങിൽ വെച്ച് ഞാൻ വൈലന്റ് ആവും. എല്ലാ ചടങ്ങുകളും മുടങ്ങുകയും ചെയ്യും. പറഞ്ഞേക്കാം. ഇല്ല, ഞാൻ വരില്ല. ആ, വരാതിരുന്നാ എല്ലാവർക്കും കൊള്ളാം. ദുർഗേ, എത്തിയോ? ദുർഗെ, ഞാൻ എവിടെയെല്ലാം തിരക്കി. എന്താ ചേച്ചി? താനെന്താ ചടങ്ങ് നടക്കുന്നിടത്തേക്ക് വരാതെ ഇവിടെ വന്നിക്കുന്നേ? ഞാനും അതെന്നെ ചോദിക്കുമായിരുന്നു. ദുർഗ വരൂ. മോതിരം മാറുന്ന ചടങ്ങിന് മുമ്പ് ആരതി എടുക്കുന്ന ഒരു ചടങ്ങുണ്ട്. അത് പെൺകുട്ടിയുടെ വീട്ടിലെ മൂത്ത മകൾ ചെയ്യണം എന്നുള്ളൊരു രീതിയാ. അതാ ഞങ്ങളുടെ ഒരു രീതി. അപ്പൊ ദുർഗ വേണം അത് ചെയ്യാൻ. അത് ശരിയാ. വാ ദുർഗേ, നീ വേഗം വന്ന് ആ ചടങ്ങ് ചെയ്ത് തീർക്ക്. ഞാൻ വന്നാ ശരിയാവില്ല. അത് വേണ്ട. അതെന്താ? ദുർഗയോട് ആരെങ്കിലും അവിടെ വരരുതെന്ന് വല്ലതും പറഞ്ഞോ? ഇല്ലല്ലോ. പിന്നെന്താ വരാതെ നിക്കുന്നേ? താൻ വന്ന് ചടങ്ങുകൾ ചെയ്യേ. അതല്ല ചേച്ചി, എന്റെ വിവാഹമൊന്നും ഇതുവരെ നടന്നിട്ടില്ലല്ലോ. അതിന്? അല്ല, ആ സ്ഥിതിക്ക് ഞാൻ ഇങ്ങനൊരു ചടങ്ങ് ചെയ്യുന്നത് ശരിയല്ലല്ലോ. അങ്ങനൊന്നും ഇല്ലടോ. കല്യാണം കഴിക്കാത്തവര് ചടങ്ങുകൾ ചെയ്യാൻ പാടില്ലെന്ന് ഒരു ശാസ്ത്രത്തിലും ഇല്ല. എന്നാലും അതൊരു ഐശ്വര്യക്കേടാ. അപ്പൊ ഞാനോ? ഞാൻ സെപ്പറേറ്റഡ് അല്ലേ? അങ്ങനെയാണെങ്കി ഞാനും ഐശ്വര്യക്കേടാണെന്ന് പറഞ്ഞ് മാറി നിക്കട്ടെ. അയ്യോ, ഇതൊക്കെ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണ്. താൻ വെറുതെ കോംപ്ലക്സ് അടിക്കാതെ വരാൻ നോക്ക് പ്ലീസ്. ചേച്ചി, എന്നെ നിർബന്ധിക്കരുത്. ഇത്തവണത്തേക്ക് എന്നൊന്ന് ഒഴിവാക്കണം പ്ലീസ്. എനിക്ക് മെന്റലി സെറ്റ് ആവുന്നില്ല. വേറൊന്നും വിചാരിക്കരുത്. ശരി, എന്നാ പിന്നെ തന്റെ ഇഷ്ടം പോലെ ചെയ്യ്. അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാനാ? ഷോ, പൂർണ്ണം ഇത്രയും നിർബന്ധിച്ചതല്ലേ? എന്തായാലും നിനക്കൊന്ന് വരാമായിരുന്നു ദുർഗെ. ഇനിയിപ്പൊ എന്ത് ചെയ്യും? ചടങ്ങ് എങ്ങനെ നടത്തും? അഞ്ജന ചെയ്താ മതിയോ? വേണ്ട, ഞാൻ തന്നെ ചെയ്തോളാം. അതെ അതെ, അതാ നല്ലത്. തിരുമേനി, ആരതി എടുത്തോളൂ. ആ ശരി. ചതയം നക്ഷത്രത്തിൽ പിറന്ന അക്ഷിത എന്ന കുട്ടിക്ക് മഹൻ നക്ഷത്രത്തിൽ പിറന്ന പൃഥ്വി എന്ന പുരുഷപ്രജയുമായി വിവാഹത്തിന് അത്യുത്തമം. തടസ്സങ്ങളൊന്നും കൂടാതെ തന്നെ ഈ വിവാഹബന്ധം നടത്താം. ഇനി ഒരു പെണ്ണിന് നേരെയും നിന്റെ കയ്യെന്നല്ല നോട്ടം പോലും വീണ് പോരുത്. നീ ചേച്ചി ഒന്നും എഴുതണ്ട, ഞാൻ ഇതിന് പകരം ചോദിച്ചിരിക്കും. ഇനി മോതിരം കൈമാറാം.
ദുർഗ ദുർഗ എന്താടോ എന്തു പറ്റി? താനൊക്കെ ടെൻഷനായതുപോലെ ഉണ്ടല്ലോ. എന്താണെങ്കിലും പറയടോ. അശ്വതിയെ വിവാഹം കഴിക്കാൻ പോകുന്ന ആള് ഞാൻ ഇപ്പോഴാ കിരൺ നേരിട്ട് കണ്ടത്. ആ അതും മോതിരം മാറുന്ന സമയത്ത്. ആ ഇനി ഞാൻ എന്ത് പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല. എന്താ പ്രശ്നമെന്ന് പറ. തനിക്ക് അയാളെ നേരത്തെ അറിയോ? അറിയാം. അത് എന്റെ കോളേജിലുണ്ടായിരുന്ന പൃഥ്വിയ. ഞാൻ അവനെ കുറിച്ച് പറഞ്ഞത് കിരൺ ഓർക്കുന്നില്ലേ?